മകരജ്യോതി ദർശനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. നാളെ വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ദർശന സായുജ്യമായി മകരദീപം തെളിയും. വൈകിട്ട് 5:30 തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ സ്വീകരണം നൽകും. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, അങ്ങനെ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരജ്യോതി ദർശനം അത് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ വൈകിട്ട് ശബരിമലയിൽ മകരജ്യോതി ദർശിക്കാനാകും. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായും ശബരിമല സന്നിധാനം ഏതാണ്ട് പൂർണ്ണമായും മകരവിളക്കിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തുണ്ട്. ഇന്നലെ മുതലൊക്കെ തന്നെ സന്നിധാനം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ഇന്നും സമാനമായ കാഴ്ചയാണുള്ളത്. ഇന്ന് ഭക്തരുടെ കാര്യത്തിൽ നിയന്ത്രണമുള്ള ദിവസം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പരമാവധി ഭക്തർ സന്നിധാനത്തേക്ക് ഇന്ന് എത്തുന്നുണ്ട്. ഇതിനകം തന്നെ ഇന്നലെ മിനിങ്ങാന്നുമൊക്കെ എത്തിയ ഭക്തർ തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്തരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 3 ലക്ഷം ഭക്തരുടെ അധിക വർധനവും ഉണ്ടായിട്ടുണ്ട്. 12 വരെയുള്ള കണക്ക് ഇന്ന് ദേവസ്വം ബോർഡ് പുറത്ത് വിട്ടത് പ്രകാരം 51 ലക്ഷം ഭക്തരാണ് ഇതുവരെ ശബരിമല സന്നിധാനത്തെത്തിയത്. വരുമാനവും കഴിഞ്ഞ തവണ 429 കോടിയാണെങ്കിൽ ഇത്തവണ അത് കഴിഞ്ഞ തവണ 380 കോടിയാണെങ്കിൽ ഇത്തവണ അത് 429 കോടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ വരുമാന വർധനവ്. പല വിവാദങ്ങളും നടക്കുന്ന ഒരു കാലത്തുകൂടിയാണ് ശബരിമല സന്നിധാനം ഇത്തവണത്തെ തീർത്ഥാടനം കടന്നുപോയത്. അവിടെയാണ് ഭക്തരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഒക്കെ വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് തീർത്ഥാടകർ തമ്പടിച്ച് കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് എല്ലായിടത്തും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പലയിടത്തും പർണശാലകൾ കെട്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം വ്യൂ പോയിന്റുകളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി സുരക്ഷ ഒരുക്കി കാത്തിരിക്കുകയാണ് പോലീസ്. ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ട സംഭവമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണയും ഉണ്ടാകുക. ഈ പുല്ലുമേട്, ഒപ്പം തന്നെ പമ്പ ഹിൽ ടോപ്പ് ഉൾപ്പെടെയുള്ള ഈ സന്നിധാനത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലും ഈ ദർശനത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ഭക്തർ തമ്പടിക്കുന്നുണ്ട്. അവിടെയും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയൊരു പകൽ കഴിഞ്ഞാൽ തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ ലാഹസത്രത്തിലാണ് വിശ്രമിക്കുക. നാളെ അവിടെ നിന്ന് രാവിലെ നിലയ്ക്കലേക്ക് എത്തുന്നു. തുടർന്ന് അട്ടത്തോട് വഴി കാനനപാതയിലേക്ക് വീണ്ടും പ്രവേശിച്ച് ഏതാണ്ട് നാളെ ഉച്ചയോടുകൂടി പമ്പ പിന്നിട്ട് പിന്നീട് വൈകുന്നേരം 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഏതാണ്ട് 6:20 18-ാം പടി കടന്ന് തിരുവാഭരണ ഘോഷയാത്ര ഈ സന്നിധാനത്തിലേക്ക് എത്തും. ഏതാണ്ട് 6:30 ദീപാരാധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെയായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം ഭക്തർക്ക് ഉണ്ടാകുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി ഭക്തരുടെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. അത് സന്നിധാനത്തുള്ളവർ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഉള്ളവരൊക്കെയും ഈ മകര വിളക്ക് ദർശിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ശബരിമലയിൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വർധനവുണ്ട്. ഈ മാസം 12 വരെ 51 ലക്ഷം തീർത്ഥാടകർ എത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ലക്ഷം കൂടുതലാണിത്. 429 കോടി വരുമാനമാണ് ഇത്തവണത്തെ വരുമാനം. കഴിഞ്ഞ വർഷം 380 കോടിയായിരുന്നു. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ആരോപണങ്ങൾക്ക് വിധേയമായ ഒന്നാണ് എന്നും ഇതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിൽ ഇനി സ്പോൺസർമാർ വിളയാടില്ല. ദേവസ്വം ബോർഡ് അന്വേഷിച്ച് മാത്രമേ സ്പോൺസർഷിപ്പ് അനുവദിക്കൂ. ഇടനിലക്കാരില്ലാതെ നേരിട്ടാകും ഇനി സ്പോൺസർഷിപ്പ് അനുവദിക്കുക എന്നും കെ ജയകുമാർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.